രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായും 11:30 മണിക്കൂർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരുമായാണ് ചർച്ചകൾ നടന്നത്. ആ ചർച്ചകളിൽ 15-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് വെച്ച് ചേർന്ന സർവകക്ഷി യോഗത്തിൻ്റെ തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു. സ്വാഭാവികമായും ജനപ്രതിനിധികളായിട്ടുള്ളവരെല്ലാം ഇവിടുത്തെ സാഹചര്യം ഞങ്ങളോട് വിശദീകരിക്കുകയും ചെയ്തു. സാഹചര്യത്തിൻ്റെ ഗുരുതരാവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെ എത്തിച്ചേർന്നിട്ടുള്ളത്. വയനാട്ടിലെ ജനങ്ങൾ ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധിക്ക് 2 തരത്തിലുള്ള പരിഹാരമാണ് നമ്മൾ ആലോചിക്കുന്നത്. ഒന്ന്, ഇവിടെ പരിക്ക് പറ്റിയവർക്കും മരണപ്പെട്ടവർക്കുമുള്ള പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ പറ്റിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഒരു വശം ആലോചിച്ചത്. രണ്ടാമത്തെ വശം ഈ അക്രമങ്ങളും അതിക്രമങ്ങളും തടയുന്നതിനാവശ്യമായ അടിയന്തര നടപടികളെക്കുറിച്ചാണ്. ആ യോഗത്തിൽ, മുഖ്യമന്ത്രി വിളിച്ചുകൂട്ടിയ യോഗത്തിൽ 27 നിർദ്ദേശങ്ങളാണ് ഉണ്ടായിരുന്നത്. ആ 27 നിർദ്ദേശങ്ങളിൽ 12 എണ്ണം ഇതിനകം പ്രാവർത്തികമാക്കിയതിന് ശേഷമാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത്. അത് സംബന്ധിച്ച വിശദാംശങ്ങളൊക്കെ പ്രധാനമായും ഒന്ന് പഞ്ചായത്ത് വകുപ്പുമായി ബന്ധപ്പെട്ടതാണ്, മറ്റൊന്ന് റവന്യൂവും പോലീസും ഒക്കെ ബന്ധപ്പെട്ടതാണ്. 2 മന്ത്രിമാരും അതാത് ഭാഗം പറയുമ്പോൾ കുറച്ചുകൂടി വ്യക്തതയോടുകൂടി നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്.